പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് വെന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവെ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികള്, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. രാമപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പരിഗണിക്കുന്നത് ഉടമ്പടി മൂലം നമ്മൾ കൈവരിച്ച വിശ്വസ്തത, ആത്മബന്ധം, ഇതൊക്കെയാണ് ഉടമ്പടി നമ്മളെ ദൈവം ഓർക്കാൻ ഇടയാക്കണത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പഴയ നിയമമല്ലേ. കീർത്തനം 74:20 അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. പഴയത് ദൈവം ഇങ്ങോട്ട് വന്ന് എടുത്ത ഉടമ്പടി ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടത്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഉടമ്പടി അനുസ്മരിക്കണമേ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ അത് അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി നമുക്ക് നൽകുന്ന ആത്മീയമായ ഒരു ജീവിതമുണ്ട്, ഒരു ദൈവത്തോടൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അത് ദൈവത്തിന് പ്രൂവൻ ഫാക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇത് കാണുമ്പോൾ ദൈവത്തിന് തോന്നണം ഈ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെന്ന് തോന്നണം. എൻ്റെ മകളെ ഏറ്റവും വലുത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നണത്. കാരണം വെച്ചാൽ ഒരിക്കലും ദൈവം ഒരാൾ പരിശോധിച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരാളെ വിശ്വസ്തനായിട്ട് കണ്ടെത്തിയാൽ പിന്നെ അവൻ്റെ വിശ്വസ്തയും വിശുദ്ധിയും ഒക്കെ ദൈവം തന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അവർ ഈ മനുഷ്യൻ എന്ന രീതിയിൽ എന്തെങ്കിലും ചാബല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധയോ ഉണ്ടെങ്കിൽ ദൈവം അതിൽ വീഴിക്കാതെ ദൈവം കൊണ്ടുപോകും. അപ്പം അതാണ് എൻ്റെ പരിശുദ്ധനെന്ന് പറയണത്. എൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ബൈബിളിലെ ഏറ്റവും രസകരമായ വാക്കാണ്. സങ്കീർത്തനങ്ങൾ 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ നീ തകർന്നു പോകാനോ തരിപ്പണമാകാനോ ദൈവം അനുവദിക്കത്തില്ല. ആരാണ് നീ? ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവൻ. ഉടമ്പടി വിശ്വസ്ത പാലിക്കുന്നവൻ. നീ അവരെനിക്ക് കെണികൾ വെച്ചു, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി, ഇനി അറിയുന്നവരാരുമില്ലെന്ന് പറഞ്ഞില്ലേ? കെണികൾ വെക്കാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ക്രിസ്തുവിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് വിക്കേരിയസ് സഫറിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള രോഗരക്ഷാർത്ഥമായിട്ടുള്ള അവിടുത്തെ പീഡകളിലൂടെ അവരുടെ മുറിവുകളിലൂടെ നമ്മുടെ പാപങ്ങൾ പരിഹാരം ഉണ്ടാകുന്ന ഒരു സുവിശേഷ റിഡംപ്റ്റീവ് പാക്കേജാണ്. അതല്ല ഞാൻ പറയണത്. മറിച്ച് നമ്മൾ തന്നെ കർത്താവിൻ്റെ വിശ്വസ്തനായി നിന്നാൽ വിശ്വസ്തന് വീഴ്ചയില്ല. വീഴ്ച വന്നാൽ കർത്താവ് താങ്ങും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ. പഠിക്കുന്ന കാര്യത്തിനും എല്ലാം വിളിച്ചു പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അനുഭവങ്ങൾ കിട്ടുന്നുമുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ സമർപ്പിക്കുന്നു.
എൻ്റെ പേര് സിനു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം പരീക്ഷ സമയത്തൊക്കെ പാടുള്ളപ്പം ഈ പത്രത്തിനകത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടൊക്കെ ഞാൻ പരീക്ഷയിലൊക്കെ ഒത്തിരി വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം കൃപാസനത്തിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. ഇവിടെ വന്നൊരു ഉടമ്പടി എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് ഉണ്ടായി. എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആദ്യം കുഞ്ഞിന് വെയിറ്റ് ഇല്ലായിരുന്നു, ഫ്ലൂയിഡിൻ്റെ കുറവുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഒക്ടോബർ 3 എൻ്റെ ഡെലിവറി ടൈമായി. ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ഭയങ്കര പെയിനും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. കുഞ്ഞ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വാക്വം ഡെലിവറി ആയിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് പാല് കുടിക്കാതെയായി. അങ്ങനെ കുഞ്ഞ് ഭയങ്കര ഡീഹൈഡ്രേറ്റായി. ബിലിറൂബിൻ 15 പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിലിറൂബിൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ 22 ബിലിറൂബിന്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു 22 ആയിക്കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണം, ഇതിലും നല്ലത് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ICHലോട്ട് കുഞ്ഞിനെ റെഫർ ചെയ്തു. എൻ്റെ അമ്മയാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റായിരുന്നു. എൻ്റെ കാലിലൊക്കെ നല്ല നീരായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന കുഞ്ഞാണ്, ഈ കുഞ്ഞിനൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ഡെലിവറി സമയത്തൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഡെലിവറി സമയത്ത് കയറിയത്, അവരാരും കാണാതെ. അപ്പോൾ ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ച, മാതാവേ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാതെ പുറത്ത് വരണേന്ന് പ്രാർത്ഥിച്ചത്. ICHലോട്ട് ആംബുലൻസിൽ പോകുന്ന സമയത്ത് കുഞ്ഞിനെ അനക്കുകയേ ഇല്ല. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു, മാതാവേ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവില്ലേ, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞിന് സൗഖ്യം കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 22 ബിലിറൂബിൻ. അവിടെ ചെന്നപ്പോഴത്തേക്കും 19. അവർ കൊച്ചിനെ ഫോട്ടോതെറാപ്പിക്ക് കയറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു 4 മണിക്കൂർ ഇടവിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ബിലിറൂബിൻ കുറയാൻ തുടങ്ങി. അത് അവിടെ വെച്ച് ഫോർമുല ഫീൽഡിംഗ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇവന് സൗഖ്യം തരുവാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ അവനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. ഞാൻ പോയത് ഞായറാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച തന്നെ അവനെ ഡിസ്ചാർജാക്കി. 2 ദിവസമേ കോട്ടയത്ത് കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ പാലൊന്നും കുടിക്കുന്നില്ലായിരുന്നു. നമ്മൾ പാല് പിഴിഞ്ഞു കൊടുക്കുകയും കലക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ എന്നും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, മാതാവേ കുഞ്ഞൊന്ന് പാല് കുടിച്ച് തുടങ്ങണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവന് 2.5 ആയിരുന്നു വെയിറ്റ്. അത് കഴിഞ്ഞപ്പം ഈ ബിലിറൂബിനൊക്കെ കൂടിയ സമയത്ത് അവൻ്റെ വെയിറ്റ് ഒത്തിരി കുറഞ്ഞു, 2.3 ആയി. അത് കഴിഞ്ഞ് പാല് കുടിക്കാത്തതുകൊണ്ട് കോരി കൊടുക്കുന്ന മുഴുവൻ അവൻ കുടിക്കത്തില്ല, കരച്ചിലും ബഹളവും തന്നെയായിരുന്നു. 28 ദിവസത്തിന് ശേഷമാണ് അവൻ പാല് കുടിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ അവന് വെയിറ്റ് ഗെയിൻ തുടങ്ങി. അത് കഴിഞ്ഞ് എപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് പനി, അസ്വസ്ഥതകളും അങ്ങനെ എപ്പോഴും ഓരോ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ കൊണ്ടുവരാം, കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നു. അത് കഴിഞ്ഞ 1 മാസമായിട്ട് അവന് ചുമയും പനിയുമായിരുന്നു. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അവന് അത് മാറിയത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സഹോദരന് വിദേശത്ത് പോകാൻ എല്ലാം റെഡി ആയിരിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 3-ാം പൊക്കം അവന് വിസ വരികയും അവന് വിദേശത്ത് പോകാൻ പറ്റുകയും ചെയ്തു. പിന്നെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഞാൻ ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കും, മാതാവേ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറ്റിത്തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് അപ്പം തന്നെ മാറ്റിത്തരും. തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ സൗഖ്യം തരും. എനിക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി മാറ്റി തരുന്നുണ്ട് മാതാവ്. മാതാവ് എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് 1000 നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ടെന്ന് പറയും. അതുപോലെ എൻ്റെ ഒരു ചേച്ചി, എൻ്റെ കൂടെ പഠിച്ചൊരു സീനിയർ ചേച്ചി എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നതല്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, IELTS ഒരു വട്ടം എഴുതിയിട്ട് കിട്ടിയില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചേച്ചിയുടെ റിസൾട്ട് വരാൻ തന്നെ ചേച്ചി എന്നെ വിളിച്ചു, സിനു റിസൾട്ട് വരാറായി, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എന്തായാലും മാർക്ക് കാണുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് മാർക്കുണ്ട്, എനിക്ക് വിദേശത്ത് പോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു ദിവസം കൃപാസനത്തിൽ പോകണം, മാതാവിനോട് നന്ദി പറയണമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഈ പത്രമൊക്കെ കൊടുത്തിട്ട് ഓരോരുത്തരോട് പറയാറുണ്ട്, ഈ പത്രത്തിൽ ആവശ്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ സാധിക്കുമെന്ന്. കൃപാസനത്തിൽ വന്നേ പിന്നെ നമുക്ക് ആത്മീയമായ ഒത്തിരി മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം
എന്ത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് എല്ലാം മാറ്റിത്തരും. ഫാമിലിപരമായിട്ടാണേലും ശാരീരികപരമായി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാതാവ് നമുക്ക് മാറ്റിത്തരും. എൻ്റെ പേര് ജാസ്മി ഡേവിസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സാണ്. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്, ഞാൻ എൻ്റെ ഹാദ് എക്സാം, അബുദാബിയിലേക്കുള്ള ഹാദ് എക്സാം പാസ്സായി. അത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് സാധിച്ചത്. ഞാൻ ഉടമ്പടി എടുത്ത ദിവസം 27-ാം തീയതിയാണ്. 27-ാം തീയതി ഡിസംബർ 27-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. അതിനു മുന്നേ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഞാൻ മെയ്യിലാണ് എക്സാം എഴുതാനായിട്ട് ആദ്യമായിട്ട് വിചാരിച്ചത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. സാറിനോട് പറഞ്ഞു ഞാൻ എക്സാം എഴുതുന്നുണ്ട്, എനിക്ക് എന്തായാലും പാസ്സാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു സർട്ടിഫിക്കറ്റുകളൊക്കെ അയച്ചതായോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റുകളും അയച്ചു കൊടുത്തു. അവരങ്ങനെ ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പൈസയൊക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആൾ പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി അത് ചേഞ്ച് ആക്കണം, എന്നാൽ മാത്രമേ നമുക്കിനി എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ, തുടർന്ന് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ നമ്മുടെ HR പോയി സംസാരിച്ചു. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നൊരു മാഡം ആയിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചത്, ഇനി അത് ഈ സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം എന്നോട് അങ്ങനെ പറഞ്ഞ് അവർ വിട്ടു. ഇനി വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്തോളൂ, കുഴപ്പമില്ല, ഇവിടുന്ന് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം നമ്മൾ ഏറെ പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു എക്സാം എഴുതുക എന്നുള്ളത്. പക്ഷേ എനിക്കത് സാധിക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, നല്ലവണ്ണം പ്രാർത്ഥിച്ചോ, ഒരുങ്ങി മാതാവിൻ്റെ കാശിരൂപം ഉപ്പൊക്കെ കൊണ്ടുപോയിക്കോളൂ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഉള്ളിൽ കയറി ഒന്നും കൂടി സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമായില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അമ്മ തന്ന കാശിരൂപം, ഉപ്പ്, വെളിച്ചെണ്ണ അതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എന്നോട് നോ പറഞ്ഞ മാഡം ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതെനിക്കൊരു ഫേവറബിളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കിയത്. ആ സമയത്ത് തന്നെ ഞാൻ ആ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു സാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്, എനിക്ക് എക്സാമിന് ഞാൻ ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞു, അപ്പോൾ എനിക്കിനി എക്സാം എഴുതാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഇങ്ങനെ പൈസ ഫുള്ള് പോവും, അടച്ചത് ഫുള്ള് പോകുമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസം വന്നു, എന്തായാലും സാറ് എന്നോട് നോക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതെന്തായാലും ആൾ ശരിയാക്കി തരും എന്നുള്ളൊരു വിശ്വാസമുണ്ടായി. അപ്പോൾ ഞാൻ ഇത്ര ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അമ്മ രാവിലെ 5:30 എഴുന്നേക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ അത് കാണുന്നു, പക്ഷെ നമ്മൾ അപ്പോഴും നമ്മുടെ സമയത്ത് പ്രാർത്ഥിക്കാം എന്നുള്ള പ്രതീക്ഷ അങ്ങനെ ഇരുന്നു. പ്രാർത്ഥനയ്ക്കൊന്നും അധികം പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് തോന്നി പ്രാർത്ഥനയ്ക്കും കൂടി കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കണമെന്ന്. അങ്ങനെ ഞാനും അമ്മയുടെ കൂടെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് തൊട്ടാണ് കുറച്ചും കൂടിയും വിശ്വാസത്തിലേക്ക് വരാനായിട്ട് കാരണമായത്. അത് കഴിഞ്ഞ് ആ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞു, പിന്നെ എല്ലാം ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തു, ഡാറ്റ ഫ്ലോ തുടങ്ങി, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാറായി. എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. ഞാൻ എടുത്തത് ഡിസംബർ 11-ാം തീയതിയാണ് എടുത്തത് ഡേറ്റ്. അപ്പോൾ ആ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തപ്പോഴേക്കും ഞാൻ എല്ലാം പക്കയായി പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് എക്സാം പാസ്സാവാം എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. എന്തായാലും പാസ്സാവും, കാരണം നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ സാറ് പറഞ്ഞിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു, നീ എക്സാം എഴുതുന്നതിന് മുൻപേ നീയൊന്ന് പോയി ഉടമ്പടി എടുക്ക്, അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് അനുഗ്രഹം മേടിക്ക്, ഏതെങ്കിലും ഒരു ധ്യാനം കൂട്, എന്നിട്ട് പോയിട്ട് എക്സാം എഴുതാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിൽ ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അമ്മ എന്തായാലും എടുത്തിട്ടുണ്ടല്ലോ, അത് കാരണം എനിക്ക് ഇനി ആവശ്യമില്ല, ഞാൻ എന്തായാലും പഠിക്കട്ടെ, പഠിത്തത്തിന് ഞാൻ കുറച്ചുകൂടി മുൻതൂക്കം കൊടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കൊച്ചിയിലായിരുന്നു എക്സാം എഴുതാൻ പോയി. അവിടെ ചെന്നിരുന്നു, കമ്പ്യൂട്ടർ എനിക്ക് കിട്ടി, ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്.
അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയി ഞാൻ പാസ്സാവും, ഞാൻ എന്തായാലും പാസ്സാവും, എനിക്ക് നല്ലൊരു വിജയ ശതമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പക്ഷേ അതിൽ ഒരു കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാനെടുത്തപ്പോൾ എൻ്റെ കാൽക്കുലേറ്റർ അതിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. എനിക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേഷനിലാണ് കൂടുതൽ മാർക്ക് അതിന് വരുന്നത്. പക്ഷേ എനിക്ക് ഒറ്റ കാൽക്കുലേഷൻ അതിൽ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി തിയറി ക്വസ്റ്റ്യൻസുകളൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, പക്ഷേ എനിക്ക് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല.